ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം വിഷു സംക്രമവും ഈ വിഷുവർഷം മേടം മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയവുമാകുന്നു. മീനശനി ഇടവവ്യാഴം കൊല്ലവർഷം 1200 മേടമാസം 1-ാം തീയതി, അതായത് 2025 ഏപ്രിൽ മാസം 14-ാം തീയതി പുലർച്ചെ 3:13 മേടരവി സംക്രമം വിഷുദിനമായി ലോകമെങ്ങും ആചരിക്കാൻ പോകുന്നത്. എല്ലാ വർഷവും വിഷു വരും, തിരുവോണം വരും, ഒക്കെ വരും. മലയാള വർഷത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ആഘോഷിച്ചു വരുന്ന 3 ഉത്സവങ്ങളാണ് മേടമാസത്തിലെ വിഷുവും, ചിങ്ങമാസത്തിലെ തിരുവോണവും, ധനുമാസത്തിലെ തിരുവാതിരയും. വളരെയധികം പ്രാധാന്യങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇവിടെ മേടത്തിൽ രവി സംക്രമിക്കുന്ന ഈ മാസം വസന്ത ഋതുവാകുന്നു. സൂര്യൻ മേടത്തിലേക്ക് സംക്രമിക്കുന്നത് ചോതി നക്ഷത്രം 2-ാം പാദത്തിലും പ്രതിപദം കറുത്തപക്ഷത്തിലെ പ്രഥമ തിഥിയിലും പന്നി കരണത്തിലും വജ്രനാമ ചന്ദ്രാർക്ക യോഗവും കൂടിയ സമയമാണ്. തുലാൻ രാശിയിലാണ് ചോതി നക്ഷത്രം, നിങ്ങൾക്ക് ഏവർക്കും അറിയാം, തുലാൻ രാശിയാണ്. തുലാൻ രാശിയിലാണ് മേഷരവി സംക്രമം. അന്ന് തത്സമയം വരുന്നത് കുംഭ ലഗ്നത്തിലാണ് ഈ മേഷരവി സംക്രമം വരുന്നത്. അതിനാൽ സാമാന്യമായി നമുക്ക് ഫലം പറയേണ്ടിയിരിക്കുന്നു. മേടം മുതൽ 12 രാശിക്കാരുടെയും ഫലം നമുക്ക് ഓരോ രാശിയിലുമായി ചർച്ച ചെയ്യാം. പക്ഷേ ഈ വരുന്ന സമയം കുംഭൻ രാശിയിലാണ്. അതിനാൽ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന ഒരു സമയത്താണ് മേടരവി സംക്രമം. ഇന്ന് കുംഭൻ ലഗ്നത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല. 2-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, രാഹു, ശനി, 4-ൽ വ്യാഴം, 6-ാം ഭാവത്തിൽ ചൊവ്വ, അഷ്ടമത്തിൽ കേതു, 9-ാം ഭാവത്തിൽ ചന്ദ്രൻ. ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി. സൗഭാഗ്യാത്മജ മിത്രബന്ധു ധനവാഗ് ധർമ്മസ്ഥിതേ ശീതകവും. 9-ാം ഭാവത്തിൽ പൗർണമി കഴിഞ്ഞ് പിറ്റേന്നാൾ ഉള്ള ചന്ദ്രനാണ്. ചന്ദ്രൻ ബലവാനാണ്. അതിനാൽ സൗഭാഗ്യങ്ങളും സന്താനശ്രേയസ്സും സുഹൃത്തുക്കളും ഒക്കെ ഭജിക്കും, പ്രാപിക്കുമെന്ന നല്ലൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കുംഭം രാശി ആത്മീയമായ വിഷയത്തിൽ വളരെയധികം ഫലങ്ങൾ നൽകുന്നൊരു രാശിയാണ്. ഇവിടെ 4-ൽ വ്യാഴമാണ്. സുഖി. ഈ കുംഭൻ രാശിക്കാർക്ക് ഈ വർഷം വിഷു വർഷം ഈ കുംഭം ലഗ്നം ജനറലായി വന്നതുകൊണ്ട് ആത്മീയമായ സുഖങ്ങളിൽ വളരെയധികം അറിവ് ലഭിക്കുവാനും യാത്ര ചെയ്യുവാനുമുള്ള ഒരു സൗഭാഗ്യം പ്രദാനം ചെയ്യും. ഗൃഹം, ഗൃഹനിർമ്മാണങ്ങൾ, ഭൂമി വാങ്ങൽ, ഇതൊക്കെ തന്നെ ഈ വിഷുവർഷത്തിൽ നടക്കും. വിവാഹ വിഷയം വളരെ നന്നായിട്ട് നടക്കും. ഇവിടെ കുംഭലഗ്നത്തിൻ്റെ 7-ാം ഭാവാധിപത്യമുള്ള ഗ്രഹം ആരാകുന്നു? സൂര്യനാകുന്നു. സൂര്യൻ ഉച്ചസ്ഥനാകുന്നു. യാത്ര പുറപ്പെടുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കും. ദാമ്പത്യ ശ്രേയസ് വളരെയധികം അനുകൂലമായിട്ട് വരും. വളരെ നല്ല വാക്കുകൾ ഉപയോഗിച്ച് സുവാക്യ, നല്ല വാക്യത്തിലൂടെ, നല്ല വാക്കുകളിലൂടെ സൗഹൃദങ്ങളും ധനപരമായ അഭിവൃദ്ധിയും ഉണ്ടാക്കാൻ ഈ വിഷുവർഷം എല്ലാവരെയും ഉപകരിക്കുന്നതാണ്. ഇത് സാമാന്യ ഫലമാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തിക്കേണ്ടുന്നൊരു വിഷയം സന്താന വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം സന്താനപതിയാഗ്രഹം നീചസ്ഥനാണ്, ബുധൻ ദുർബലമാണ്. അഷ്ടമഭാവത്തിൽ കേതുവുണ്ട്, 6-ാം ഭാവത്തിൽ നീചസ്ഥനായി ചൊവ്വയുമുണ്ട്. അതിനാൽ മക്കളുടെ സന്താനങ്ങളുടെ വിഷയത്തിൽ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു.
നിത്യവും നാം ശ്രവിക്കുന്ന, കേൾക്കുന്ന, കാണുന്ന വാർത്തകൾ അങ്ങേയറ്റം ഭീതിതങ്ങളാണ്, ഭീതി ജനിപ്പിക്കുന്നവയാണ്. അതിനാൽ മക്കളുടെ സ്വഭാവ രൂപീകരണത്തിലും സ്വഭാവ സംസ്കാരത്തിലും വളരെയധികം ശ്രദ്ധ പുലർത്തണം രക്ഷിതാക്കൾ. മക്കളെ കൊണ്ട് ദുഃഖം അനുഭവിക്കുന്ന ഒരു വലിയ ഫലം അന്തർലീനമായി ഈ കുംഭം ലഗ്നം വന്നതിലുണ്ടാകുന്നു. സന്താനപതി നീചസ്ഥനാണ്. അതിൻ്റെ യോഗങ്ങളൊന്നും തന്നെ നല്ലതിനല്ല. അതിനാൽ മക്കളുടെ വ്യക്തിത്വ വികാസത്തിന് പ്രാധാന്യം കൊടുക്കണം. മക്കൾ നമുക്ക് അടങ്ങാത്ത മക്കളാണെങ്കിൽ അവരെ സൈക്കോളജിക്കലി അല്ലെങ്കിൽ മാനസികമായ പിരിമുറുക്കങ്ങൾ അവരിൽ നിന്നും ഒഴിവാക്കുന്ന രീതിയിലുള്ള ചികിത്സകൾ തേടണം. നല്ല ഹീലേഴ്സിനെ നിങ്ങൾ സമീപിച്ചിരിക്കണം. അപ്രകാരം തന്നെ മക്കളുടെ അനാവശ്യമായ രാത്രി യാത്രകൾ, സൗഹൃദങ്ങൾ, ഡ്രഗ്സുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, ഇതൊക്കെ തന്നെ പ്രിയമുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്നു. ഈ ഒരു വിഷു സംക്രമ ഫലത്തിൽ വരുന്ന കുംഭം ലഗ്നമായി വന്നതിനാൽ മറ്റെല്ലാ വിഷയങ്ങളിലും വളരെ അനുകൂലമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട വിഷയം, സഹോദര ഗുണം വളരെ കുറയുന്നു. കർമ്മമേഖലയിൽ വളരെ ശ്രദ്ധാപൂർവം മാത്രം നീങ്ങുക, അല്ലെങ്കിൽ കർമ്മമേഖലയിൽ അശാന്തത കൈവരുന്ന ഒരു സമയം ഈ രാശിയിൽ കാണുന്നുണ്ട്. ഇപ്പോൾ നാം ചിന്തിച്ച കുംഭം ലഗ്നത്തിന് ബാധാസ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത്. അതിനാൽ കർമ്മമേഖലയിൽ അശാന്തത, കർമ്മം നഷ്ടപ്പെടുക, ജോലി നഷ്ടപ്പെടുക, ജോലി വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള സാമാന്യ ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ വിഷുവിൻ്റെ പ്രാധാന്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒക്കെ തന്നെ അറിയാം. വിഷു ഒരു കാർഷികോത്സവമാകുന്നു. മലയാളികൾക്ക് ഒരു പുതുവർഷത്തിൻ്റെ ആരംഭമാകുന്നു വിഷു. വിഷുവെ ആധാരമാക്കിക്കൊണ്ടാണ് നാം എല്ലാവരുടെയും ശുഭാശുഭ ഫലങ്ങൾ ആയിരക്കണക്കിന് ജ്യോതിഷികൾ യൂട്യൂബിലൂടെയും അല്ലാതെയും മാസികകളിലൂടെയും വാരികകളിലൂടെയും പ്രവചിച്ച് വരുന്നത്. വിഷുവിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ വിഷുക്കാലത്തുണ്ടാകുന്ന ഫലങ്ങളെല്ലാം തന്നെ ഒരു വർഷത്തേക്ക് അനുകൂലമായോ പ്രതികൂലമായോ വരുമെന്നാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അതിനാൽ സസൂക്ഷ്മം നമുക്ക് ഓരോ രാശിക്കാരുടെയും ഈ വിഷു ഫലത്തെ ചിന്തിക്കാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ വർഷത്തെ വിഷുഫല പ്രവചനത്തിലേക്ക് സ്വാഗതം. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ധനുരാശിക്കാരുടെ ഈ വിഷുവർഷവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ശുഭാശുഭ ഫലങ്ങളാണ്. ധനുരാശി എന്നാൽ നിങ്ങൾക്കറിയാം, മൂലം പുരാണം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു ധനുരാശി. ഇവിടെ ധനുരാശിക്കാർക്ക് വിഷുവർഷം എന്തൊക്കെ ശുഭാശുഭ ഫലങ്ങളാണ്, വാർഷിക ഫലങ്ങളാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കണം. ഇവിടെ ധനുരാശിയിൽ ഗ്രഹങ്ങളില്ല. 4-ാം ഭാവത്തിലാണ് ബുധനും ശുക്രനും ശനിയും രാഹുവും. 5-ാം ഭാവത്തിൽ സൂര്യനുണ്ട്. 6-ാം ഭാവത്തിൽ വ്യാഴമാണ്. അഷ്ടമത്തിൽ ചൊവ്വ. 10-ാം ഭാവത്തിൽ കേതു. 11-ൽ ചന്ദ്രൻ. ഇങ്ങനെയാണ് ഇവിടെ ഗ്രഹസ്ഥിതി. ഇവിടെ ധനുരാശിക്കാർക്ക് രാശിധിപനായ വ്യാഴം 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ വിഷുവിൻ്റെ തുടക്കത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളൊക്കെ വരാം. വ്യാഴം 7-ലേക്ക് വരും മെയ് 15-ാം തീയതി. അതുവരെ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. ഏതെല്ലാം രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും? വീട്ടിൽ സ്വസ്ഥത വളരെയധികം കുറയും. വളരെയധികം അസ്വസ്ഥമാകും ഗാർഹികമായ അന്തരീക്ഷം. കാരണം ശനി 4-ാം ഭാവത്തിലേക്ക്, കണ്ടക ശനിയായി 4-ാം ഭാവത്തിലേക്ക് പോയി. അവിടെ 4-ൽ ഗ്രഹങ്ങൾ വളരെ കൂടുതലാണ്. വളരെ പ്രധാനപ്പെട്ട വിഷയം, കർമാധിപനായ ജോലിയെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ബുധൻ നീചസ്ഥനായി 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. പിന്നീട് അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു വിഷയം, സന്താനപതിയായ ഗ്രഹം അഷ്ടമത്തിൽ നിൽക്കുന്നു. ചൊവ്വ അത്യന്തം ദുർബലമായി 5-ാം ഭാവാധിപനായി അഷ്ടമത്തിൽ നിൽക്കുന്നു. ഇതൊക്കെ തന്നെ ധനുരാശിക്കാർക്കുള്ള ആരംഭം, ദ ഓപ്പണിംഗ്, ബിഗിനിങ് ഓഫ് വിഷുവർഷത്തിൻ്റെ തുടക്കം അത്ര ഗുണകരം ആകണമെന്നില്ല. സന്താന വിഷയങ്ങൾക്ക് വളരെയധികം അരിഷ്ടത ശ്രദ്ധിക്കണം. വീര്യോന്യ പ്രതിഭാപതവും 5-ാം ഭാവാധിപൻ വീര്യോന്യ ദുർബലനായാൽ സുതമൃതിം, സന്താനങ്ങൾക്ക് മരണം അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് രോഗാദി അരിഷ്ടതകൾ. ധനുരാശിക്കാരോട് എനിക്ക് ഉപദേശിക്കാനുള്ളത്,
ദയവേത് ഫാമിലിയിൽ മൊത്തമായി ഇൻഷുറൻസ് എടുക്കണം. എന്തെങ്കിലും അസ്വസ്ഥതകൾ വന്നാൽ തനിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരും. തനിക്ക് പെട്ടെന്ന് കാശ് തിരിക്കാൻ കഴിയില്ല. ഇന്നെല്ലാ ആശുപത്രികളിലും ഹെൽത്ത് കാർഡാണ്. അതിനാൽ നല്ല മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുക. മക്കൾക്ക് എന്തെങ്കിലും അരിഷ്ടതകൾ വരാം. ദൂരത്ത് പോയ മക്കൾക്ക് ബുദ്ധിമുട്ടുകൾ വരും. അതിനാൽ പെട്ടെന്ന് തനിക്ക് വരാൻ പോകുന്ന വിവരങ്ങൾ, അവരെ പറ്റിയുള്ള ആശങ്കകൾ ശരിക്ക് മാനസികമായി നമ്മൾ തയ്യാറെടുക്കണം. അവരുടെ ആരോഗ്യ വിഷയം, രോഗാതിരിഷ്ടതകൾ ആർക്കും വരാം. അതല്ല, അതിന് പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് ധനത്തിന് പിറകെ ഓടാൻ ഉള്ളൊരവസരം ഉണ്ടാകരുത്. വളരെ നിസ്സാരമായ കാശിന് 10,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപയുണ്ടെങ്കിൽ 10 ലക്ഷത്തിൻ്റെയൊക്കെ ഇൻഷുറൻസ് ഇപ്പോൾ വാർഷികമായി പോസ്റ്റ് ഓഫീസ് മുഖാന്തിരമൊക്കെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് വലിയ രീതിയിൽ തരുന്നുണ്ട്. അത് മാക്സിമം ഉപയോഗിക്കണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ. അത് എന്ന മട്ടിൽ വെക്കരുത്. ശാരീരികമായി തനിക്കും ഉദരസംബന്ധമായ രോഗം ശ്രദ്ധിക്കണം. 5-ൽ സൂര്യൻ നിൽക്കുമ്പോൾ വളരെയധികം ക്രോഡരോഗം, ഉദരരോഗം വരും. 5-ാം ഭാവാധിപൻ അഷ്ടമത്തിലാണ്. സ്റ്റൊമക്കൽ ഡിസോർഡേഡ് വന്ന് പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഗ്യാസ്ട്രിക്കായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ വന്ന് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. ജൂൺ 6 വരെയുള്ള സമയം ധനുരാശിക്കാർക്ക് അത് വലിയ വേനലിൽ ഒരു മഴ, ഊഷരതയിൽ നിന്നും ഉർവരതയിലേക്കുള്ള ഒരു പ്രയാണം വരുന്നത് 15-നാണ്. മേടം 15-ന് വ്യാഴം 7-ലേക്ക് വരും. അത് ധനുരാശിക്കാർക്ക് ഇതുവരെയുള്ള ക്ലേശങ്ങളിൽ നിന്നും വലിയ മോചനമാണ്. കണ്ടകശനിയുണ്ട്. അതിന് പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുക. ശനിയാഴ്ച നെയ്വിളക്ക് നിങ്ങൾ കത്തിക്കണം. ഓം ശം ശനീശ്വരായ നമഃ എന്ന മന്ത്രം ഒരു 18 തവണ ചൊല്ലൂ. എല്ലാ ക്ലേശങ്ങളിൽ നിന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മോചനം ലഭിക്കും. ഈ വ്യാഴം മാറുമ്പോൾ തന്നെ വലിയ മാറ്റങ്ങൾ വരും. പിന്നെ മറ്റൊരു വലിയ മാറ്റം വരുന്നത് മെയ് 18-ന് രാഹു കുംഭത്തിലേക്ക് വരുന്നുണ്ട്, 3-ാം ഭാവത്തിലേക്ക്. അത് വളരെയധികം നന്നാവും. 3-ൽ രാഹു, 7-ൽ വ്യാഴവും. വളരെ വിശദമായി സവിസ്തരം ഈ വീഡിയോകൾ നാം ചെയ്യുന്നുണ്ട്. ഡോക്ടർ മാരാജി നിങ്ങളുമായി പങ്കിടുന്നുണ്ട്. കുട്ടികളുടെ പഠന നിലവാരം വളരെ മോശമാവുന്ന സമയമാണ് ജൂൺ മാസം വരെ. അവർക്ക് പുത്തൻ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ട് വരും. അവരുടെ പഠനം വളരെ മോശമാകും. അതിനാൽ ധനുരാശിക്കാർ, ഈ മൂലം പുരാള ഉത്രാടം നക്ഷത്രക്കാരായ മക്കളുണ്ടെങ്കിൽ അവരുടെ പേരിൽ നിർബന്ധമായും വിദ്യാമുട്ടി ചെയ്യണം. ഭദ്രകാളി ക്ഷേത്രത്തിൽ നിർബന്ധമാണ്. വളരെ മോശമാണെങ്കിൽ വിദ്യായന്ത്രം ധരിപ്പിക്കണം അവർക്ക്, അല്ലെങ്കിൽ ബാലായന്ത്രം. അപ്രകാരം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേരിൽ കർഗഹോമവും, 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ചെയ്യുക. അങ്ങനെ ചെറിയ ചെറിയ ദോഷങ്ങൾക്കൊക്കെ പരിഹാരമാകട്ടെ. സുഖം ഹി ദുഃഖാൻ അനുഭൂയ ശോഭതേ ഘന അന്ധകാരേ ശിവ ദീപദർശനം. കൂരിരുട്ടിൽ നടക്കുന്ന വ്യക്തിക്ക് ഒരു വലിയ പ്രകാശം കാണുന്നു. ആ ഒരു പ്രകാശമാണ് ധനുരാശിക്കാർ അനുഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ തുടക്കം അത്ര ശുഭമല്ല എന്ന് മാത്രം. അതിനാൽ ഈ കൂരിരുട്ടൊക്കെ മാറി പ്രകാശവത്തായ ഒരു ലോകത്തിലേക്ക് മുമ്പോട്ട് സഞ്ചരിക്കട്ടെ ധനുരാശിക്കാർ. എല്ലാ പ്രിയപ്പെട്ട ധനുരാശിക്കാർക്കും ഒരു ശോഭനമായ പുത്തൻ വിഷു അനുകൂലമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.